എഫേസ്യ ലേഖനം 3 അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന എഫേസ്യ ലേഖനം 3 അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തുവിലുള്ള വിശ്വാസക്കണ്ണാൽ നാം കാണേണ്ടതാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന സഭയ്ക്ക് അവങ്കലുള്ള വിശ്വാസത്താൽ ധൈര്യവും പിതാവായ ദൈവത്തിങ്കിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തെ പരേസിയ എന്ന ഗ്രീക്ക് വാക്കുകൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരേസിയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ പ്രാഥമിക അർത്ഥം സംസാര സ്വാതന്ത്ര്യമെന്നാണ്. ഭയമില്ലായ്മയും സ്വയംബോധവും ക്രിസ്തുവിലുള്ള സ്നേഹത്തിലും ഐക്യത്തിലും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ജീവിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 6:20, അപ്പോസ്തല പ്രവർത്തികൾ 4:31, ഫിലിപ്പിയ ലേഖനം 1:20. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ നിന്ന് ഒരു നാളും വേർപെടാതെ ജീവിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുരോഗതി നിർണയിക്കുന്നത്. സഭ ക്രിസ്തുവിൽ നിന്നും വേർപെടാതെ നിൽക്കുവാനായിട്ടാണ് പൗലോസ് ചങ്ങല ധരിച്ചത്. ക്രിസ്തുവിൻ്റെ കഷ്ടത മനുഷ്യവർഗത്തിൻ്റെ മുഴുവനും മഹുദ്ധീകരണത്തിന് കാരണമായെങ്കിൽ പൗലോസിൻ്റെ കഷ്ടത യഹൂദേതര ക്രിസ്ത്യാനികളുടെ സ്വാതന്ത്ര്യത്തിനും മഹത്വത്തിനും സ്ഥിരീകരണത്തിനും നിദാനമായി തീർന്നു. ശ്രേഷ്ഠമായ ഫലങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി യാത്ര ചെയ്യുന്നവർ മാർഗമധ്യേ നേരിടുന്ന പ്രതിബന്ധങ്ങളെ ലക്ഷ്യത്തിൻ്റെ പ്രതീക്ഷയിലും ആനന്ദത്തിലും ഊന്നിക്കൊണ്ട് ക്രിസ്തുവിൽ നേരിടണം. ഒരു ക്രിസ്ത്യാനി തൻ്റെ ലൗകിക ജീവിതത്തിലും ക്രിസ്തീയ ജീവിതശൈലി മാതൃകയാക്കിയാൽ ജീവിതം സുന്ദരമാകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.